ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ഹാ കഷ്ടം, ഹാ കഷ്ടം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കുന്ന വേദഭാഗം 20-21 വാക്യം. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികളൊക്കെയും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസിനെ നിനക്കാ കഷ്ടം, ബേത്സയിദേ നിനക്കാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ബേത്സയിദ പട്ടണത്തെക്കുറിച്ച് അല്പമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബേത്സയിദ പട്ടണം ഗലീല കടലിൻ്റെ വടക്ക് ഭാഗത്ത് കിഴക്കേ കോർണറിലാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ആ പട്ടണത്തിൻ്റെ പേര് എൽ അരാജ് എന്നാണ്. ജോർദാൻ രാജ്യത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ അത്. അവിടെ ഏറ്റവും കൂടുതൽ അത്ഭുത പ്രവൃത്തികൾ നടന്ന സ്ഥലമാണ് ഇത് ബേത്സയിദ പട്ടണം. പക്ഷേ അവിടെ നടന്ന സംഭവം ഇത് യേശുവിനെ നിരാകരിച്ച നഗരങ്ങളുടെ പേര് കർത്താവ് പറയുകയാണ്. ഇത് ബേത്സയിദ എന്ന് പറഞ്ഞ ബേത്സയിദയിൽ നിന്നുള്ളവരായിരുന്നു പത്രോസും യോഹന്നാനും അന്ത്രയോസും. നമ്മൾ അത് വായിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം വായിക്കുന്നുണ്ട്. അവൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല, സ്തോത്രം. അപ്പം അവരുടെ പത്രോസ് പ്രധാന ശിഷ്യനാണ്. പത്രോസ് ബേത്സയിദക്കാരനാണ്. പക്ഷേ ആ പട്ടണത്തിൽ നടന്ന വീര്യപ്രവൃത്തികൾ ഉണ്ടായിട്ടും അവർ മനസ്സാന്തരപ്പെട്ടില്ല. ഹാ കഷ്ടം എന്ന് പറയുന്നു. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ രക്ഷിക്കപ്പെടുമായിരുന്നു എന്ന് പറയുന്നു. ബേത്സയിദ പട്ടണത്തിൽ ഒരു കുരുടനുണ്ടായിരുന്നു, ഒരു ബ്ലൈൻഡ് മാൻ. ആ മനുഷ്യനെ സൗഖ്യമാക്കിയത് മർക്കോസ് 8:22 വായിക്കുന്നുണ്ട്. 5000 പേർക്ക് ആഹാരം കൊടുത്ത് 5000 പേർക്ക് പോഷിപ്പിച്ചത് ഈ പട്ടണത്തിലാണ്. അങ്ങനെ ജീസസ് പ്രൊനൗൺസ്ഡ് എ കേസ് ഓൺ ബേത്സയിദ. അതുപോലെ നമുക്കറിയാം കപർന്നഹൂമിനെ കുറിച്ച് പറയുന്നത് സ്വന്തം പട്ടണമായ കപർന്നഹൂം എന്നാണ് മർക്കോസിന് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. ആ പട്ടണത്തെയും കർത്താവ് ശാസിച്ചു. അതെ, സ്തോത്രം. അത് നാം മനസ്സിലാക്കണം. ദൈവമക്കളെ, മാനസാന്തരപ്പെടാത്ത പട്ടണത്തെ നോക്കി